നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു കാവേരി. കാരണം നാളെ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ തന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം, തനിക്ക് തന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയ പണം ഈ പറയുന്ന ജയപാലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷ തന്നെയായിരുന്നു. അങ്ങനെ ആ പണം കിട്ടുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ട്രിവാൻഡ്രത്തിന് പോകണം. പക്ഷെ യമുനയുടെ മനസ്സിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അങ്ങനെ ട്രിവാൻഡ്രത്ത് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? നിവിനേടനെ പിന്നെ കാണാൻ പറ്റില്ലല്ലോ. നിവിനേടൻ അത് വിഷമാവുന്നൊക്കെ ഒരു ചിന്തയാ. അവൾക്ക് അറിയില്ലല്ലോ ഈ പറയുന്ന നിവിനെ ഇഷ്ടം കാവേരിയാന്നുള്ള കാരണം. അവള് തെറ്റിദ്ധരിച്ചിരിക്കുവാണ് തന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന നിവിനേട്ടന എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അവളുടെ മനസ്സിൽ. യമുനയുടെ മുഖം വല്ലാതിരിക്കുന്ന കണ്ടപ്പോ കാവേരിയൊക്കെ വിചാരിച്ചെന്താ നിളമോളുടെ അസുഖത്തെക്കുറിച്ച് ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കുമെന്ന്. ആ സമയം കാവേരി എല്ലാവർക്കും ആത്മവിശ്വാസം കൊടുത്തു. നാളെ എന്താണെങ്കിലും പണം കിട്ടും, അത് ഓർത്തിട്ട് ആരും പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി. അപ്പൊ ജയപാലിനോട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് ചാരുലത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജയപാലൻ പിറ്റേ ദിവസം രാഗിണിയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഗംഗയും കാവേരിയും കൂടെ വരുന്നത്. അപ്പൊ ആ സമയത്ത് ഗംഗയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഗംഗ കാവേരിയോട് പറഞ്ഞു, കാവേരി പണം കിട്ടൂലോ അല്ലേ? കിട്ടൂന്നേ, ധൈര്യമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിനീതും കൂടെ വരുവാണ്. വിനീത് വന്നിട്ട് ചോദിച്ചു, അല്ല സി എ മാഡത്തിനെ കയറി കണ്ടോ? ഇല്ല, കയറി കാണണമെന്ന് പറഞ്ഞു. വിനീതെണ്ണം കൂടെ വന്നിട്ട് കയറാന്ന് കരുതി ഇരിക്കുവായിരുന്നു പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവരങ്ങോട്ട് കയറി. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനുമാണ് ജയപാലൻ രാഗിണിയും കൂടെ വരുന്നേ. അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറി ചെന്നു. ജയപാലൻ ചെന്നിട്ട് ചോദിച്ചു, എന്താ സി എ മാഡം? സമൂഹത്തിൽ നിലയും വിലയുള്ള ആളാ ഞാന്. വെറുതെ എന്നെ ഇങ്ങനെ വന്ന് വിളിച്ച് കുത്തിയിടിപ്പിക്കില്ല. ഒന്നാമത്തെ കാര്യം, എന്റെ മകളുടെ കല്യാണം കാര്യങ്ങളൊക്കെയാ, അതിന്റെ നെട്ടോട്ടത്തിലാണ് ഞാൻ. ആ സമയത്ത് ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് സമയം കളയാനൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എടോ, തനിക്ക് സമയം കളയാനുണ്ടോ ഇല്ലോ എന്ന് ഞാൻ തന്നോട് ചോദിച്ചോ? തനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. അത് അന്വേഷിക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്, തന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ജയപാലൻ പറഞ്ഞു, എന്താണാവോ ആ കാര്യങ്ങളൊക്കെ? അതെ, താൻ ഇവരുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് കുറെ പണം വാങ്ങിയിട്ടുണ്ടോന്ന് ചോദിച്ചു. എന്തൊക്കെയാ മാഡം പറയണെന്ന് ചോദിച്ചു. അതെ, തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇവര് പറയണേ, പണം വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അതൊക്കെ വെറുതെ പറയുന്ന എന്റെ മാഡം. ഈ പറയുന്ന അരവിന്ദൻ എന്റെ നല്ലൊരു കൂട്ടുകാരനായിരുന്നു. അയാൾ പണം അയച്ചു തന്നിട്ടുണ്ട്. അതിനേക്കാളും കൂടുതൽ പൈസ ഇവരുടെ കുടുംബത്തിന് ഞാൻ ചെലവാക്കിയിട്ടുണ്ട്. പക്ഷെ ഇവര് പറയുന്ന അങ്ങനെയല്ല, ഇവരുടെ അച്ഛന്റെ പണം ഞാൻ അടിച്ചു മാറ്റിയെന്നൊക്കെയാ. അതൊക്കെ ചുമ്മാ കള്ളപ്പരാതിയാന്നേ. സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിലരൊക്കെ ഇറങ്ങിത്തിരിക്കും. ഇവർക്ക് വേറെ നിവൃത്തിയില്ല ജീവിക്കാനായിട്ട്. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പൈസ പിടുങ്ങാനായിട്ടുള്ള അടവാന്ന് പറഞ്ഞു. അതേ സമയത്ത് പുറത്ത് ഒരുത്തൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കാവേരി സ്കൂട്ടി വെച്ചിട്ട് അകത്തേക്ക് അവരെ കയറി പോകുന്ന അയാളെ കണ്ടിട്ടുണ്ടായിരുന്നു. അയാൾ അവിടുന്ന് പോയി ആ സ്കൂട്ടിയുടെ ഇത് തുറന്നിട്ട് ബോക്സ് തുറന്നിട്ട് അതിനകത്തുനിന്ന് ഫോൺ അടിച്ചു മാറ്റുന്നുണ്ട്. അപ്പൊ അത് അരവിന്ദന്റെ ഫോണായിരുന്നു. അതിനകത്തായിരുന്നു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഇതൊന്നും പക്ഷെ കാവേരി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഭാഗം അതിനകത്ത് വെച്ചിട്ടാണ് കാവേരി അകത്തേക്ക് അങ്ങോട്ട് കയറി പോയത് പോലും. ഈ സമയം കാവേരി പറഞ്ഞു, മാഡം ഇയാള് പറയുന്നത് ശുദ്ധ നുണയാണ്. ഇയാൾ എന്റെ അച്ഛന്റെ പണം അടിച്ചു മാറ്റിയതാ. എന്റെ അച്ഛൻ മരിച്ചിട്ട് പോലും എന്റെ അച്ഛനെ വെറുതെ വിട്ടില്ല. എന്നിട്ട് പോലും എന്റെ അച്ഛന്റെ അക്കൗണ്ടിൽ കിടന്ന പണമൊക്കെ ഇയാൾ അടിച്ചു മാറ്റി. രാഗിണി പറഞ്ഞു, വെറുതെ പറയുന്ന മാഡം, എന്റെ അച്ഛൻ അങ്ങനെയും ചെയ്യത്തില്ല. അല്ലെങ്കിലും ഇവരുടെ നക്കാപ്പിച്ച പൈസ കിട്ടിയിട്ട് വേണ്ട ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണി മോളെ എന്നൊക്കെ ജയപാലൻ പറഞ്ഞു. അപ്പോഴേക്കും ശാരദ പറഞ്ഞു, അതെ, നിങ്ങളുടെ ഈ സംസാരം കേൾക്കാൻ വേണ്ടിട്ടല്ല നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. നിങ്ങൾ ആ പണം തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അതെങ്ങനെ ശരിയാവും മാഡം? ഞാൻ ചെയ്യാത്ത കുറ്റം എന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. ഞാൻ ആരുടെ പണമൊന്നും അടിച്ചു മാറ്റിയിട്ടില്ല. മാഡൻ തെളിവ് കൊണ്ടുപോവാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. ഓ, തെളിവുണ്ടെങ്കിൽ മാത്രം നടക്കുള്ളൂ എന്ന് വെച്ചു. അതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാവേരി പറഞ്ഞു, മാഡം ഞാൻ തെളിവ് തരാന്ന് പറഞ്ഞു. ശരി, തെളിവ് എടുത്തോണ്ട് പോവാ, അന്നേരം നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേറെ ഒന്ന് രണ്ട് പേര് വന്നു. ശരി, നിങ്ങൾ പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പൊ അവരുടെ പരാതിയും കാര്യങ്ങളും കേൾക്കുവാണ് ശാരദ. ആ സമയത്ത് പുറത്തേക്ക് വന്നിട്ട് ഗംഗ ഫോൺ എടുക്കാൻ നോക്കണം. ഭാഗെടുത്ത് അതിനകത്ത് ഫോൺ നോക്കി കഴിഞ്ഞാൽ ഫോൺ കാണുന്നില്ല. ഇതെവിടെ പോയി? ആകെപ്പാടെ ടെൻഷനായി പോയി. അപ്പോഴേക്കും ഗംഗ പറഞ്ഞു, കാവേരി നീ ഇതിനകത്ത് വെച്ചത് തന്നെയാണോ? ഞാൻ വെച്ചതാ ഗംഗേച്ചി, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. നീ ഒന്നുകൂടെ ശരിക്കും ഒന്ന് നോക്കിയേ. പക്ഷെ ഒരു രക്ഷയില്ല, കാണുന്നില്ല. നീ എവിടെ പോയെന്ന് അറിയത്തില്ലോ. അതേ സമയത്താണ് ജയപാലൻ അങ്ങോട്ട് വരുന്നത്. എന്താ മോളെ? ഓ, ഫോൺ കാണുന്നില്ലായിരിക്കും അല്ലേ? എടി, നീ ആരോടാ കളിക്കണം എന്നറിയാവോ? ജയപാലനോടാ.
ജയപാലനോട് കളിച്ചവരാരും ജയിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് വെറുതെ ഇരിക്കുക, അടങ്ങിയിരിക്കുന്നീയോ. അത് കേട്ടപ്പോൾ കാവേരി പറഞ്ഞു, ജയബാല നീ കൂടുതൽ കളിക്കരുത്. എൻ്റെ അച്ഛൻ്റെ ജീവിതവും പിന്നെ ഞങ്ങളുടെ കുടുംബവും തകർക്കാൻ ശ്രമിച്ചവനാ നിന്നെ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ? മരിയയ്ക്ക് ഫോൺ തന്നു, ഒന്ന് പോടി അവിടുന്ന്. ഫോൺ തന്നില്ലെങ്കിലോ നീ എന്ത് തെളിവ് കൊടുക്കുമെന്ന് ഓർത്തായിരിക്കണേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്കും കാവേരിക്ക് മനസ്സിലായി ഇയാൾ പണി തന്നെന്നുള്ള കാര്യം. എന്ത് ചെയ്യണമെന്ന് കാവേരി ഒരു നിമിഷം ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും വിനീത് ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, എന്തിയെ ഫോൺ എന്തേ കിട്ടിയില്ലെന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറഞ്ഞു, ഫോൺ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് രാഗിണി ജയപാലനോട് പറഞ്ഞു, അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേന്നും പറഞ്ഞോണ്ട് അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, കണ്ടില്ലേ ഇനിയിപ്പൊ പേടിക്കേണ്ട കാര്യമൊന്നും അച്ഛാ നമുക്ക്. അവരുടെ കയ്യിൽ തെളിവുകളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇതേ സമയത്താണ് നിവിന്റെ വരവ്. നിവിൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കാവേരിയൊക്കെ ഫോണിനൊപ്പം കണ്ടു. പിന്നീട് നിവിനോട് കാര്യം പറയണ എല്ലാം കേട്ടിഞ്ഞപ്പോ നിവിൻ പറഞ്ഞു, അതെന്റെ അങ്കിൾ എന്ന് പറയുന്ന ദുഷ്ടനായിരിക്കും കൈക്കലാക്കിയിട്ടുണ്ടായിരിക്കുക. അതൊക്കെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളല്ലേ ആയിരുന്നല്ലോ കാവേരി, നീ എന്താ അതൊക്കെ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചു. ഒടുവിൽ വല്ലാത്തൊരു വിഷമായി കാവേരിക്ക്. നീ പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട, എന്താന്ന് വെച്ചാൽ നമുക്കത് വേണ്ടതുപോലെ ചെയ്യാം. അല്ല ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാള് മറ്റേ തോട്ടത്തിലെ രവേണല്ലേ എന്ന് ചോദിച്ചു. അതെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം, നീ പേടിക്കാതിരിക്കാനൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണം. കാവേരിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം തെളിവാണ് വേണ്ടത്. ഒടുവില് അകത്തേക്ക് കയറി ചെന്ന് കാവേരിയൊക്കെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജയബാലൻ പറഞ്ഞു, മാഡം ഇവരുടെ കയ്യിൽ തെളിവില്ല ഒന്നുമില്ല, വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ സമയം മെനക്കെടുത്താനായിട്ട്. ഇവർക്കിപ്പോ പൈസ വേണം, അതിന് വേണ്ടിയിട്ടാ കൂടിയിരിക്കുന്നേ. 3-4 പെണ്ണുങ്ങളല്ലേ, എങ്ങനെയെങ്കിലും വയറ്റിപ്പഴുപ്പ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് കാശുള്ളവരെ പിടികൂടിയിരിക്കുന്നാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ വിനീതിന് സഹിച്ചില്ല. എന്താടാ നായ നീ പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് തന്നെ വിനീത് ഓടി വന്നിട്ട് ജയപാലിന്റെ കോളറിന് കയറി പിടിക്കണം. ആ സമയം ചാർലത് പറഞ്ഞു, ഇതേ വേണ്ട വേണ്ട, പോലീസ് സ്റ്റേഷൻ കയ്യാങ്കളയും കാര്യങ്ങളൊന്നും വേണ്ട, മൂട് മാറി നിൽക്കാൻ പറഞ്ഞു. ആ സമയത്ത് നിവിനും കൂടെ അങ്ങോട്ട് കയറി വരുന്നേ. നിവിനും ചാരുലതയും തമ്മിൽ നേരത്തോട്ട് ഫ്രണ്ട്സാണ്. ജയപാലിന്റെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ചാരുലതയോട് പറഞ്ഞിട്ടുള്ളതാണ്. ഒടുവില് ചാരുലത പറഞ്ഞു, നിങ്ങൾ എന്താണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. അത് മാത്രമല്ല പാസ്ബുക്കിന്റെ കോപ്പികളും കാര്യങ്ങളും നിങ്ങൾ പൈസ പിൻവലിച്ചതിന്റെ കാര്യങ്ങളും എല്ലാം ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാവേരി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ അയാൾക്ക് സഹിച്ചില്ല. ഫോൺ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ രക്ഷപ്പെടുമെന്ന് കരുതിയിരുന്ന, പക്ഷെ അപ്പോഴാണ് മൊഴി കൊടുക്കാനായിട്ട് ഈ പറയുന്ന ജയപാലിന്റെ കാര്യസ്ഥം വരുന്നത്. അയാൾ അങ്ങോട്ടേക്ക് വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. രവേണ്ണ അങ്ങോട്ടേക്ക് വന്നു. അയാളെ കണ്ടു ചോദിച്ചു, ജയപാലൻ ചോദിച്ചു, നീ എന്താടാ ഇവിടെ എന്ന് ചോദിച്ചു. കാരണം അയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. തനിക്ക് ഇത്രയും കാലം ഇതിനു മുമ്പൊക്കെ ശമ്പളം തന്നുകൊണ്ടിരുന്നേ ജയപാലനല്ല, ഇവിടെ തോട്ടത്തിൽ പണിയെടുക്കുന്നുണ്ടെങ്കിലും അത് തന്നുകൊണ്ടിരുന്നേ അരവിന്ദ സാറാന്നുള്ള കാര്യം. അപ്പൊ അവരുടെ കുടുംബത്തിന് ആവശ്യം വരുമ്പോ അവരെ സഹായിക്കണ്ടേ. അങ്ങനെ നേരിട്ട് മൊഴി കൊടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. കാരണം തോട്ടത്തിനുള്ള പണം താനാണോ എല്ലാ തവണയും വാങ്ങിച്ചോണ്ട് കൊടുത്തോണ്ടിരുന്നേ. അതും അരവിന്ദ സാർ അയക്കുന്ന പണം കൃത്യമായിട്ട് അവിടെ കൊണ്ട് എത്തിച്ചു കൊടുത്തോണ്ടിരുന്നത് താനാന്നുള്ള മൊഴിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ജയപാലനത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. ജയപാലനിട്ട് ഇടിവെട്ട് പണി തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.